എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹീറോ ആവട്ടെ അവന്റെ പവർ എടുത്ത് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട് അപ്പാപ്പ മാസ്റ്റർ പറയും, നീ നിന്റെ പവർ ഉപയോഗിച്ച് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. നിനക്ക് ഞാൻ 3 മിനിറ്റ് സമയം തരാം. അതിന്റെ ഉള്ളില് ഒരു പഞ്ചെങ്കിലും നീ എന്റെ ശരീരത്തെ കൊള്ളിക്കണം. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അത് സക്സസ് ആണെന്നാണ് അർത്ഥം. ഹീറോ അവനെ കൺട്രോൾ ചെയ്ത് 5% പവർ അത് പുറത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അപ്പാപ്പന്റെ 5-6 അടി ഹീറോയുടെ തലക്കിട്ട് തന്നെ കിട്ടും. അവൻ തെക്കും വടക്കും ഓടി എങ്ങനെയെങ്കിലും അപ്പാപ്പന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷെ അപ്പാപ്പൻ വിടില്ല. വീണ്ടും വീണ്ടും അവൻ അറഞ്ചം പുറഞ്ചം അടിക്കും. എങ്ങനെയെങ്കിലും 5% പവർ അത് കൊണ്ടുവരാനായിട്ട് അവനൊരു ഗ്യാപ്പിന് വേണ്ടി ഒരുപാട് ശ്രമിക്കും. കട്ടിലിന്റെ അടിയിലും സോഫയുടെ അടിയിലും കയറി ഒളിച്ചിരുന്ന് അവൻ അതിനുവേണ്ടി ശ്രമിക്കും. പക്ഷെ കറക്റ്റായിട്ട് അപ്പാപ്പൻ അവനെ കണ്ടുപിടിച്ച് ഇപ്പൊ വീണ്ടും ശക്തമായിട്ട് ഇടിക്കും. അങ്ങനെ ഒരുപാട് നേരം കഴിയുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് അവന്റെ പവർ കൺട്രോൾ ചെയ്യാൻ കഴിയും. അവൻ ചാടി വീണും കുട്ടിക്കരണം മറിഞ്ഞും അപ്പാപ്പനെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഓരോ തവണയും അപ്പാപ്പൻ ആള് തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ ഒരുപാട് നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവില് ഹീറോ ചെറിയൊരു സ്ക്രാച്ച് ഇപ്പൊ അപ്പാപ്പന്റെ ബോഡിയിലിടും. അത് കാണുമ്പോ ഇപ്പൊ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷാവും. മാത്രമല്ല അവന്റെ കൺട്രോളിംഗ് കപ്പാസിറ്റി അതിപ്പോ ഒരുപാട് ഇംപ്രൂവ്ഡ് ആയിരിക്കുകയാണ്. പക്ഷെ അപ്പാപ്പനാണെങ്കില് ഇപ്പൊ കാലി കയറി അലറും. കാരണം അവരുടെ ഫൈറ്റിനിടയില് ഉണ്ടാക്കി വെച്ച ഫുഡ് അത് മുഴുവൻ നശിച്ചു പോവും. ഹീറോ പറയും, കുഴപ്പമില്ല, ഞാൻ വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടും. ഹീറോയ്ക്കാണെങ്കില് എന്തോ വലിയ റോക്കറ്റ് വിട്ട സന്തോഷാണ്. അവൻ മനസ്സിൽ പറയും, ഉറപ്പായിട്ടും ഈ പവർ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. കട്ട് ചെയ്താ ഇപ്പൊ ഡോറ പെണ്ണ് അവളും ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ചോപ്പൻ തലേനും സ്റ്റീൽമാനും അവരെ രണ്ടുപേരെയും ആ കോട്ടിട്ട മാസ്റ്റർ ഇപ്പൊ ഉപദേശിച്ച് കൊല്ലാണ്. നിങ്ങൾ എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, ഡീസന്റ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ തലയില് ഇടിച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ചെക്കന്മാർ സ്ട്രോങ് ആണ്. അതുകൊണ്ട് മാസ്റ്ററുടെ കൈയുടെ കാര്യത്തില് ഇപ്പൊ തീരുമാനാവും. കണ്ണാടി പയ്യനാണെങ്കില് ഇപ്പൊ ഓരോ മണ്ടത്തരങ്ങളൊക്കെ ചെയ്ത് മണ്ടന്മാരുടെ കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. ചുന്ദരി ചേച്ചി ആള് വലിയ സ്റ്റൈലില് ഒത്തിരി ഫോട്ടോസ് ഒക്കെ എടുപ്പിച്ച് നമ്മുടെ 2 പെമ്പിള്ളേരെയും വെറുപ്പിച്ച് ഒരു പരുവാക്കും. കട്ട് ചെയ്താ ഇപ്പൊ US സ്കൂളില് ചിരിക്കുടനെ കാണാൻ അവന്റെ പഴയ ഫ്രണ്ട് ഒരു പോലീസുകാരൻ വരും. ഫ്രണ്ട് പറയും, ലാസ്റ്റ് ടൈം ഉണ്ടായ ഫൈറ്റില് നീ ഒരു കാക്കത്തലേനുമായിട്ട് ഫൈറ്റ് ഇട്ടില്ലേ? അവനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷെ അവനൊരു അക്ഷരം പോലും തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ DNA ടെസ്റ്റ് ഞങ്ങൾ നടത്തി. അങ്ങനെ ഞങ്ങള് അവന്റെ ഒറിജിനൽ ഫേസ് കണ്ടെത്തി എന്ന് പറഞ്ഞ് ആ ഫോട്ടോ കാണിക്കും. ആക്ച്വലി ഇവന്റെ DNAയില് മറ്റ് 4 പേരുടെ DNA കൂടെ ആഡ് ആയിട്ടുണ്ട്. ഇവന്റെ ബോഡിയില് ഒരുപാട് മെഡിസിൻസ് ഡയല്യൂട്ട് ചെയ്താണ് ഇവനെ ഈ കോലത്തിലാക്കി മാറ്റിയത്. മറ്റാരുടെയോ സൂപ്പർ പവർ ഇവനിലേക്ക് ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക പവർ ആർക്കോ ഉണ്ട്. ചുരുക്കി പറഞ്ഞ നമ്മുടെ ചിരിക്കുട്ടനെ പോലെ അവന്റെ പവർ വേറെ ആൾക്ക് കൊടുക്കാൻ കഴിയുന്നത് പോലെ തന്നെ ഏതോ ഒരു വില്ലൻ അവന്റെ പവറും ആർക്കൊക്കെയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് കേട്ട് ചിരിക്കുട്ടൻ അവൻ ഷോക്കാവും. ചിരിക്കുട്ടൻ പറയും, അപ്പാവും വീണ്ടും പണി തുടങ്ങി. കട്ട് ചെയ്താ ഇപ്പൊ ആ വില്ലന്മാരുടെ ഹൈഡൌട്ട് കാണിക്കും. അതിലാ സൂപ്പർ ഹീറോ കില്ലർ അവനിപ്പോ ബാക്കിയുള്ള 2 വില്ലന്മാരെയും ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇസുക്ക് പയ്യനെ പോലുള്ള ഒരു ഞൊണുങ്ങ് ചെക്കനെ കൊല്ലാൻ പറഞ്ഞത് അവന് തീരെ ഇഷ്ടായില്ല. സൂപ്പർ ഹീറോ വില്ലൻ അവൻ പറയും, സാധാരണ ജനങ്ങളെ കൊല്ലാൻ ഞാൻ നിങ്ങളെപ്പോലെ അത്രയും തരം താഴ്ന്നിട്ടില്ല. എനിക്കിഷ്ടം ബ്രഹ്മാണ്ഡ സൂപ്പർ ഹീറോസിനെ തല്ലിക്കൊല്ലാനാണ്. അതുകൊണ്ട് മേലാൽ ഇമാതിരി കാര്യം പറഞ്ഞ് എന്നെ തരം താഴ്ത്തരുതെന്ന് പറഞ്ഞ് അവനിപ്പോ ആ 2 വില്ലന്മാരെ അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ ഫൈറ്റ് ഒക്കെ സോൾവ് ചെയ്ത് അവര് വീണ്ടും പാച്ചപ്പ് ആവും. അങ്ങനെ ആ വില്ലൻ അവൻ വീണ്ടും ഇപ്പൊ ഹൗസ് സിറ്റി ലക്ഷ്യമാക്കി പുറത്തേക്ക് പോവും. അപ്പൊ അതേസമയം ലിഡാപ്പയ്യൻ അവനിപ്പോ സൂപ്പർ ഹീറോ വില്ലനെ കുറിച്ച് അവനെ കൊണ്ട് കഴിയും പോലെ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്. ആ വില്ലൻ അവൻ ഇതുവരെ എത്ര പേരെ കൊന്നിട്ടുണ്ട്, എത്ര കേസുകള് അവന്റെ പേരിലുണ്ട്, അവന്റെ ചേട്ടനെ ആ വില്ലൻ എങ്ങനെയാണ് കൊന്നത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങള് അവൻ റിസർച്ച് ചെയ്യാണ്. കട്ട് ചെയ്ത ഹീറോ അവൻ വീണ്ടും ഇപ്പൊ അപ്പാപ്പ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് അടി വാങ്ങി ചോര തുളുമ്പി വീണ് കിടക്കുകയാണ്. അപ്പാപ്പൻ പറയും, നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയത് മതി, ഇനി പുറത്തുപോയി റിയൽ വില്ലന്മാരുമായിട്ട് നമുക്ക് ഫൈറ്റ് ഇടാം. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ഹീറോ ഫ്രീസ് ആയി പോവും. കാരണം അവന് ആക്ച്വലി കുറച്ചുകൂടെ പ്രാക്ടീസ് ആവശ്യമാണ്. അവൻ നൈസായിട്ട് മാസ്റ്ററിനോട് ചോദിക്കും, നമുക്ക് കുറച്ചുകൂടെ ട്രെയിൻ ചെയ്തിട്ട് റിയൽ മോൺസ്റ്റേഴ്സുമായി ഫൈറ്റ് ചെയ്താൽ പോരെ? അതിന് മാസ്റ്റർ പറയും, നീ ഇങ്ങനെ തന്നെ ഞാനുമായിട്ട് ഫൈറ്റ് ഇട്ടോണ്ടിരുന്ന നിനക്ക് യാതൊരു ഡെവലപ്മെന്റ്സും ഉണ്ടാവില്ല. ഇതാണ് പറ്റിയ സമയം, നീ ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണം. നമ്മളിപ്പോൾ ഉള്ളത് ഒരു റൂറൽ ഏരിയയിലാണ്.
അതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ വില്ലന്മാരുണ്ടാവും. സോ ഒരുപാട് വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ അപ്പാപ്പനും നമ്മുടെ ഹീറോയും ഷിബുയ എന്നൊരു സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. ആക്ച്വലി ഇവര് സിറ്റി അത് പാസ് ചെയ്തായിരിക്കും പോവാ. അവിടെയാണ് നമ്മുടെ കണ്ണാടിപ്പയ്യൻ ഉള്ളത്. കട്ട് ചെയ്താ ഇപ്പൊ സിറ്റിയില് കണ്ണാടിപ്പയ്യൻ അവൻ ആ നോർമൽ ഹീറോയുടെ കൂടെ സിറ്റി മുഴുവൻ നടന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഏതെങ്കിലും വില്ലന്മാര് അറ്റാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ നടക്കാണ്. അപ്പൊ കണ്ണാടിപ്പയ്യന്റെ കൂടെയുള്ളവൻ ഇപ്പൊ അവനോട് ചോദിക്കും, നീ നിന്റെ ചേട്ടനെ കൊന്നവനെ കണ്ടുപിടിക്കാനാണോ ഇവിടേക്ക് വന്നത്? കാരണം കണ്ണാടിപ്പയ്യൻ ആ ഒരു സ്പോർട്സ് മീറ്റിൽ തന്നെ 3rd റാങ്ക് കിട്ടിയവനാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ഒരു സൂപ്പർ ഹീറോ ഒരിക്കലും വ്യക്തിവൈരാഗ്യം അത് വെച്ചു പുലർത്താൻ പാടില്ല. തെറ്റ് ചെയ്യാനോ ആരെങ്കിലും പണിഷ് ചെയ്യാനുള്ള അധികാരോ സൂപ്പർ ഹീറോയ്ക്കില്ല. റെഗുലേഷൻ പ്രകാരം വളരെ ജെനുവിൻ ആയിരിക്കണം. സ്വന്തം പവർ അവരുടെ പേഴ്സണൽ ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരിക്കലും തന്നെ പാടില്ല. ആക്ച്വലി ഞാൻ ഇതൊക്കെ പറഞ്ഞത് നിന്നെ വിഷമിപ്പിക്കാനോ പേടിപ്പിക്കാനോ അല്ല. ഇതാണ് റൂൾസ്. അത് ജസ്റ്റ് നീ ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. അതിന് കണ്ണാടിപ്പയ്യൻ പറയും, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഈ അറിവുകൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ആ വില്ലന്മാര് അവരിപ്പോ സിറ്റി ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. ഇവിടെ ഹീറോ അവനിപ്പോ കണ്ണാടിപ്പയ്യന് മെസ്സേജ് അയക്കും. കണ്ണാടിപ്പയ്യൻ മെസ്സേജ് കാണും, പക്ഷെ അവൻ റിപ്ലൈ കൊടുക്കില്ല. സാധാരണ എപ്പോഴും കണ്ണാടിപ്പയ്യൻ ഉടനെ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇവൻ എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ഹീറോ ചിന്തിച്ച് അവനാകെ ടെൻഷൻ ആവാൻ തുടങ്ങും. ഇസുക്കു പയ്യൻ അവനിപ്പോ ട്രെയിനിന്റെ പുറത്തേക്ക് നോക്കും. അപ്പൊ ഒരുപാട് പുകയും ശബ്ദമൊക്കെ കേൾക്കുമ്പോ ഹീറോയ്ക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം പുറത്ത് നടക്കുന്നുണ്ടെന്ന്. അത് കണ്ട് അപ്പാപ്പ മാസ്റ്റർ ഉടനെ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോവും. വില്ലൻ മോൺസ്റ്ററിനെ കണ്ട ഉടനെ ഇപ്പൊ അപ്പാപ്പൻ അതുമായിട്ട് ഫൈറ്റ് ഇടാൻ തുടങ്ങും. അവനെ ഇടിച്ച് സൂപ്പാക്കി ഇപ്പൊ സിറ്റിയിലേക്ക് നോക്കുമ്പോ അവിടെ വലിയ തീയും സംഘർഷമൊക്കെ കാണും. ഇവിടെ മെയിൻ വില്ലൻ അതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് കണ്ണാടിപ്പയ്യൻ അവൻ കറക്റ്റ് ആയിട്ട് ആ ഹീറോ കില്ലറെ കണ്ടുപിടിക്കും. ഹീറോ വില്ലൻ അവൻ ഏതോ ഒരു ഹീറോയെ പിടിച്ചു വെച്ച് ഇപ്പൊ എന്തൊക്കെയോ ഡയലോഗൊക്കെ അടിച്ച് അവനെ കത്തിയെടുത്ത് വെട്ടാനായിട്ട് കത്തി വീശും. പക്ഷെ ആ ഒരു കത്തിയില് ഇപ്പൊ ആരോ കയറി പിടിക്കും. വില്ലൻ തിരിഞ്ഞു നോക്കും, അത് മറ്റാരും അല്ല, സാക്ഷാൽ കണ്ണാടിപ്പയ്യൻ. വില്ലൻ കണ്ണാടിപ്പയ്യനെ നോക്കി പറയും, നീ ഏതാ? നിന്നെ പോലുള്ള ചിന്ന പയ്യന്മാരൊന്നും ഇവിടേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ തട്ടി ദൂരേക്കിടും. അപ്പോൾ കണ്ണാടിപ്പയ്യൻ അവൻ ഒരുപാട് ദേഷ്യത്തിൽ ചോദിക്കും, നീയല്ലേ സാക്ഷാൽ ഹീറോ കില്ലർ? എന്റെ ചേട്ടനെ കൊന്നത് നീയല്ലേ? എന്റെ ചേട്ടൻ സൂപ്പർ ഹീറോ എഞ്ചിനീയം, അവനെ കൊന്നത് അത് നീയാണ്. അതിന് വില്ലൻ, ഓഹോ നീ അവന്റെ ബ്രദറാണല്ലേ എന്ന് ചോദിച്ച് അവന്റെ ഉണ്ട കണ്ണുരുട്ടി കണ്ണാടിപ്പയ്യനെ പേടിപ്പിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.